ആദ്യത്തെ ഞാൻ ഇന്ത്യയിലെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടി പോയ സമയത്ത് അവിടെ നിന്ന് പിന്നെ മുംബൈയിലായിരുന്നു പോയിരുന്നത്. അവിടെ നിന്ന് പിന്നെ പൂനെ അടുത്തായതുകൊണ്ട് പൂനെയിൽ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പൂനെ ചെന്ന സമയത്ത് ഞാനിവിടുത്തെ എൻ്റെ ബിസിനസ്സിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയും അവിടുത്തെ അവൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ചെയ്ത സമയത്ത് അവന് മനസ്സിലായി ഇവിടുത്തെ ബിസിനസ്സിന് ഭയങ്കര റിട്ടേൺസും അതുപോലെ തന്നെ 80% പ്രോഫിറ്റും കാര്യങ്ങളുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കാര്യം അവിടെ അവൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ അവൻ പറഞ്ഞ് എന്നാൽ നമുക്ക് ഇവിടെ ഒരെണ്ണം ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളത്. സോ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മളിൽപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് തന്നെ ഇവിടുത്തെ ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാര്യമായിട്ടുള്ള അറിവില്ല. കാര്യം ഇവിടെ ടാക്സ് ഇല്ല എന്നുള്ള കാര്യം അറിയില്ല, അതുപോലെ തന്നെ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എടുക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല. അതായത് ഇവിടെ ഒരാൾക്ക് പ്രോപ്പർട്ടി എടുക്കാൻ വേണ്ടി ജസ്റ്റ് പാസ്പോർട്ട് കോപ്പി മാത്രം മതി. അത് തന്നെ അവന് ഷോക്കായിരുന്നു. സോ അതാണ് എനിക്ക് മനസ്സിലായത്. ഒരുപാട് പേർക്ക് ദുബായിലെ പ്രോപ്പർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ദുബായിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചോ അറിയില്ല. ഞാൻ പറയാനുള്ളത് ഇവിടെ മെയിനായിട്ട് ടാക്സോ ഒരു കാര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെ 80% റിട്ടേൺസും പ്രോഫിറ്റുമാണ് കിട്ടാൻ പോകുന്നത്. കമ്പാരിറ്റീവ്ലി ഇന്ത്യയും ദുബൈയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ദുബൈയിൽ അത്രത്തോളം പ്രോഫിറ്റാണ് കിട്ടാൻ പോകുന്നത്. സോ അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവിടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇവിടെയാണെന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക.